എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അകത്ത് സ്റ്റാൻലിയും ബാലേന്ദ്രനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ആ വീടൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണുന്നുണ്ട് ഗോവർദ്ധൻ. അത് കഴിഞ്ഞ് പയ്യെ വന്ന് ഒരു വരാന്തയിൽ കുറച്ച് ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ വന്ന് ഇരിക്കുമ്പം അങ്ങോട്ടേക്ക് വേറൊരു പട്ടി കയറി വരും കേട്ടോ. എന്നിട്ടിങ്ങനെ ഗോവർദ്ധനെ ഒന്ന് മണത്തിട്ട് ഇങ്ങനെ കാലിൻ്റെ ചൂട്ടി നിൽക്കുവാണ്. ഗോവർദ്ധൻ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുമ്പം വീണ്ടും ആ കാര്യസ്ഥന് അങ്ങോട്ട് ഇറങ്ങി വരും. എന്നിട്ട് ഓർഡറില്ല കേട്ടോ എന്നോട് പറയുന്നുണ്ട്. എന്നിട്ട് അടുത്തോട്ട് ചെന്നിട്ട് പട്ടിയെ പറഞ്ഞു വിടും. പട്ടിയുടെ പേര് ചാർലി എന്നാട്ടോ. അവനെ പറഞ്ഞു വിട്ട് കഴിയുമ്പം ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇങ്ങനെ, ഇവിടെ കുറേ പട്ടികളുണ്ടല്ലോ, ഇതിനെയൊന്നും കൂട്ടിലിടാറില്ലേ, ഇതിങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണോ എന്ന് ചോദിക്കുമ്പം അങ്ങേര് പറയുന്നുണ്ട്, അഴിച്ചു വിട്ടാലും അതുങ്ങൾ പുറത്തൊന്നും പോകത്തില്ല, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഡോഗാണ്, പിന്നെ ആരെ കണ്ടാലും പിടിച്ച് കടിക്കത്തൊന്നുമില്ല, ഞാനോ കേണൽ സാറോ കമാൻഡ് ചെയ്താൽ മാത്രമേ കടിക്കത്തുള്ളൂ, പിന്നെ ഓടിയാലും കടിക്കും, അതുകൊണ്ടാണ് ഞാൻ കാണുമ്പോഴെല്ലാം ഓടരുത് എന്ന് പറയുന്നത് എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ ചോദിക്കും, ഇതുങ്ങളെ എങ്ങനെ നിങ്ങളുടെ കൂടെ തന്നെയാണോ കഴുപ്പും കിടപ്പും ഒക്കെ എന്ന് ചോദിക്കുക. അന്നേരം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുവാണ് അങ്ങനെ. അന്നേരം അല്ല ട്രെയിൻഡാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാന്ന് പറയുമ്പം അങ്ങനെയൊന്നുമില്ല, അതുങ്ങളെ നല്ല രീതിയിൽ നോക്കും, 3-4 ഇനങ്ങളിലായിട്ട് ഒരു 5-6 പട്ടിയുണ്ട്, അവർ ഓടിയിട്ടുണ്ടെങ്കിൽ പിടിച്ച് കടിക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അതുകൊണ്ട് സൂക്ഷിച്ച് ഇവിടെ ഇരുന്നോ എന്ന് പറയും. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഓടാൻ പോയിട്ട് ഇരുന്നിടത്ത് ഞാൻ അനങ്ങിയല്ല, ഇവിടെ ഇരുന്നോളാം എന്ന് പറയുന്നു. എന്നിട്ട് അങ്ങേരെ അകത്തേക്ക് കയറി പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയും ബാലേന്ദ്രനെയും തന്നെയാണ്. ബാലേന്ദ്രൻ ചോദിച്ചായിരുന്നല്ലോ വൈജയന്തിയെ അറിയോ എന്ന്. അതുകൊണ്ട് തന്നെ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്കറിയാം, എൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ പെങ്ങളായിരുന്നു വൈജയന്തി ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, കണ്ടിട്ടുണ്ട് എന്നല്ല, അവളെ കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ പലതവണ ഈ ഗംഗാധര മേനോൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് ചെന്നിട്ടുണ്ട്, അതിനുവേണ്ടി പല കാരണങ്ങൾ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചു. നിങ്ങളുടെ അമ്മ നാട്ടിൽ നിന്നും കൊടുത്തുവിടുന്ന പല സാധനങ്ങൾ, അത് ഭക്ഷണമായാലും പെർഫ്യൂംസ് ആയാലും എന്തായാലും അത് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ പലതവണ ചെല്ലുമ്പോൾ വൈജയന്തിക്ക് അറിയായിരുന്നു അങ്ങോട്ട് ചെല്ലുന്നത് വൈജയന്തിയെ കാണാനാണ് എന്ന്. അത് നിങ്ങൾക്കും അറിയാമായിരുന്നു. അങ്ങനെയല്ലായിരുന്നു ആ പ്രണയം മുട്ടിട്ടത് എന്ന് ചോദിക്കുമ്പം അതെ എന്ന് സ്റ്റാൻലി സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് സ്റ്റാൻലി, ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്കറിയാവുന്നത്, നിങ്ങളോട് ആരാണ് ഇതൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പം എന്നോട് ഗംഗാധര മേനോൻ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ ചോദിക്കുവാണ്, ശരിക്കും അന്ന് നിങ്ങൾ തമ്മിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നോ എന്ന്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, എൻ്റെ വിശ്വാസത്തിൽ അന്ന് ഞങ്ങളുടേത് നല്ലൊരു പ്രണയമായിരുന്നു. ആ പ്രണയം തലയ്ക്ക് പിടിച്ച സമയത്ത് ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. ഞങ്ങളായിരുന്നു ആ നാട്ടിലെ ഏറ്റവും നല്ല പ്രണയ ജോഡികൾ എന്നായിരുന്നു എൻ്റെ വിചാരം. ഞങ്ങൾ മാത്രമാണ് പ്രണയിക്കുന്നത്. ആ ആഗ്രയിൽ വൈജയന്തി മാത്രമേ ഒരു പെണ്ണായിട്ടുള്ളൂ. അവളുടെ പ്രണയമാണ് ഈ ലോകത്തിൽ ഏറ്റവും വലുത് എന്ന് ഞാൻ കരുതി. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. പലപ്പോഴും യമുനയുടെ തീരത്ത് ഞങ്ങൾക്ക് മണിക്കൂറുകളോളം ആ ഒഴുകുന്ന വെള്ളത്തിൻ്റെ മുന്നിലിരുന്ന് പ്രണയിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇതങ്ങ് വിശദീകരിക്കുക കേട്ടോ. അന്നേരം അത് കേട്ട് നിൽക്കുന്ന ബാലേന്ദ്രൻ്റെ ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരുപാട് പ്രണയിച്ച് പലതും പടവെട്ടി പിടിച്ചാണ് വൈജയന്തി സ്വന്തമാക്കിയത്. ആ ബാലേന്ദ്രനാണ് വൈജയന്തിയുടെ മുൻ കാമുകനിൽ നിന്ന് അവരുടെ പ്രണയത്തിൻ്റെ ആ വർണ്ണന കേൾക്കുന്നത്. അന്നേരം മുഖത്തുണ്ടാകുന്ന ഒരു പുച്ഛം, നിരാശ, സങ്കടം ഒക്കെ ബാലേന്ദ്രൻ്റെ മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ തോന്നും. നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നും കേട്ടോ. കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട് ബാലേന്ദ്രൻ്റെ. അതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നു. അന്നേരം അങ്ങനെ കുറേ വിശദീകരിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, അന്നത്തെ ആ പ്രണയം അവിടെ തീർന്നു എന്ന്. അന്നേരം ബാലേന്ദ്രൻ ഇങ്ങനെ കുറച്ച് നേരം ആലോചിച്ച് നിന്നിട്ട്, അതങ്ങനെ അവിടെ തീർന്നിട്ടില്ലല്ലോ എന്നിങ്ങനെ പറയുന്നു. അന്നേരം അതെന്താ താങ്കൾ അങ്ങനെ പറഞ്ഞത്, അതിനപ്പുറം തനിക്ക് അറിയാവോ എന്ന് ചോദിക്കുന്നു. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കറിയാം, ഗംഗാധര മേനോന് അവിടുന്ന് ട്രാൻസ്ഫറായി ഡൽഹിയിലേക്ക് പോകേണ്ടി വന്ന സമയത്ത് വൈജയന്തിക്കും അവിടുന്ന് പോകേണ്ടി വരുമായിരുന്നു. ആ സമയത്ത് നിങ്ങളല്ലേ അവൾക്ക് അവിടുത്തെ വലിയൊരു സ്കൂളിൽ അധ്യാപികയായിട്ട് ഒരു ജോലി മേടിച്ചു കൊടുത്തത് എന്ന് ചോദിക്കുന്നു. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, നേരാണ്, അവൾക്ക് നാട്ടിലേക്ക് പോയേ പറ്റുള്ളൂ എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവളെ അവിടെ പിടിച്ചു നിർത്താൻ എനിക്ക് ഒരേ ഒരു വഴിയേ മുന്നിലുണ്ടായിരുന്നുള്ളൂ, അവിടുത്തെ ഏറ്റവും നല്ല സ്കൂളിൽ നല്ലൊരു ജോലി മേടിച്ചു കൊടുക്കുക എന്നത്. അതിനുവേണ്ടി എൻ്റെ സകല സ്വാധീനവും ചൊലുത്തിയാണ് ഞാൻ അങ്ങനെ ഒരു ജോലി മേടിച്ചു കൊടുത്തത്. അങ്ങനെ ജോലി മേടിച്ചു കൊടുത്തതിന് ശേഷം ഗംഗാധര മേനോനും ഭാര്യയും ട്രാൻസ്ഫറായി പോയി. ആഗ്രയിൽ ഞാനും വൈജയന്തിയും തനിച്ചായി എന്ന് അങ്ങേര് പറയുന്നു. ഇത്രയും പറഞ്ഞു നിർത്തി കഴിയുമ്പോൾ ബാലേന്ദ്രൻ ബാക്കി പറയുവാണ്, അതിനുശേഷം നിങ്ങൾ എന്താണ് ചെയ്തത്, കണ്ടോൺമെൻറ്റിന് പുറത്ത് ഒരു വാടക വീട് എടുത്ത് നിങ്ങളും വൈജയന്തിയും ഒരുമിച്ച് താമസിച്ചില്ലേ, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ, അവിടെ വെച്ച് അവൾ പ്രഗ്നൻ്റ് ആയില്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കുക. അന്നേരം വീണ്ടും സ്റ്റാൻലി ചോദിക്കും, ഇതെല്ലാം ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാവുന്നത്, നിങ്ങൾ ഗംഗാധര മേനോൻ്റെ ബ്രദറാണോ എന്ന് വരെ ചോദിക്കുന്നു.
അന്നേരം ബാലേന്ദ്ര മേനോൻ പറയുന്നുണ്ട് അദ്ദേഹത്തിന് 2 ബ്രദേഴ്സേ ഉള്ളൂ, ഒന്ന് ശിവശങ്കര മേനോനും ഒന്ന് രാജീവ് മേനോനും എന്ന്. അന്നേരം ഓ ശരിയാണല്ലോ, നിങ്ങൾ ബാലചന്ദ്ര മേനോനാണല്ലോ, അപ്പോൾ നിങ്ങൾ ആരാണ്, ആ ഫാമിലിയിലെ ഒരാളാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പം ആ ഫാമിലിയിലുള്ള ഒരാൾ തന്നെയാണ് ഞാൻ എന്ന് പറയും. എന്നിട്ട് ബാക്കി എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുവാണ്. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, സ്റ്റാൻലി ഇടയ്ക്ക് സ്റ്റാൻലിയുടെ വീട്ടിലോട്ട് വന്നു അമ്മയുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ട്, അമ്മ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. ആ സമയത്ത് അവിടെ ക്വാർട്ടേഴ്സിൽ തനിച്ചായ വൈജയന്തിയെ അവളുടെ ആങ്ങളമാർ വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നാണ് ഞാൻ അറിയുന്നത്. ബലമായി പിടിച്ചുകൊണ്ട് പോയി എന്നറിയുന്നു. വൈജയന്തിയുടെ സുരക്ഷയ്ക്കും അവളുടെ കാര്യങ്ങൾ നോക്കാനുമായിട്ട് ഒരായെ വരെ ഞാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവളെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് ഗംഗാധര മേനോൻ്റെ കൂടെ വേറെ 4 പേരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ആ കൂടെ നിങ്ങളുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അവിടെ വെച്ചൊന്നും അല്ല എൻ്റെ കഥ തുടങ്ങുന്നത്, എൻ്റെ കഥ കുറച്ചുകൂടെ കഴിഞ്ഞാണ് ആരംഭിക്കുന്നത്, ഏതായാലും കാര്യം പറയുന്നു. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ വൈജയന്തി ഞാൻ അതിനുശേഷം കണ്ടിട്ടില്ല എന്ന്. അന്നേരം ബാലൻ ചോദിക്കുന്നുണ്ട്, അതെന്താ അതിനുശേഷം നിങ്ങൾ കാണാത്തത്, നിങ്ങൾ അവളെ അന്വേഷിച്ചില്ലേ എന്ന്. അന്നേരം സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെന്നത് അമ്മയുടെ അമ്മ അസുഖം കൂടുതലായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു. അതിനുശേഷം അമ്മ പെട്ടെന്ന് മരിച്ചു. ആ മരിച്ചതിൻ്റെ ഷോക്കും പിന്നെ അതുമായി ബന്ധപ്പെട്ട പല ചടങ്ങുകളും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്നപ്പോൾ അവളെ കണ്ടെത്താൻ സാധിച്ചില്ല, അന്വേഷിച്ചിട്ടും അവളെ എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ആ കഥ അവിടെ അവസാനിച്ചു എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അങ്ങനെ ആ കഥ അവിടെ അവസാനിച്ചിട്ടില്ല, വീണ്ടും കഥ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറയുമ്പം സ്റ്റാൻലി പറയുന്നുണ്ട്, ഉറപ്പായിട്ടും മുന്നോട്ട് പോയിട്ടുണ്ടായിരിക്കും. ഈ പറയുന്ന വൈജയന്തി ഞാൻ ജീവിക്കുന്ന ഈ ലോകത്ത് തന്നെ ജീവിച്ചിരിപ്പുണ്ടാവും എന്ന് എനിക്കറിയാം. അവൾ ഏതെങ്കിലും ഒരു വിഡ്ഢിയെ വിവാഹം കഴിച്ച് മുന്നോട്ട് ജീവിക്കുന്നുണ്ടാവും. അവൾക്കും മക്കളുണ്ടായിട്ടുണ്ടാവും. ഞാനും വിവാഹം കഴിച്ചു, എനിക്കും മക്കളുണ്ടായി. ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുവാണ്. അന്നേരം ബാലേന്ദ്രന് ഭയങ്കര സങ്കടം വരുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രൻ അത് കേട്ടിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അന്നേരം സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇത്ര സ്പഷ്ടമായിട്ട് ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ സാധിച്ചത് എന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ആ വൈജയന്തിയെ ഏതോ ഒരു വിഡ്ഢി വിവാഹം കഴിച്ച് കാണുമെന്ന്, അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കും. അന്നേരം സ്റ്റാൻലി പറയുവാണ്, അതിന് കാരണമുണ്ട്. കാരണം വൈജയന്തിക്ക് എന്നെ സ്നേഹിച്ചതുപോലെ ഇനി ഒരിക്കലും ഒരു പുരുഷനെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അത് സത്യമാണ് എന്ന്. അന്നേരം സ്റ്റാൻലി ചോദിക്കും, അതും അറിയാവോ, അതെങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങൾ തൊട്ട് മുൻപ് പറഞ്ഞ ആ വിഡ്ഢിയില്ലേ, ആ വിഡ്ഢി ഞാനാണ് എന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുക കേട്ടോ. സ്റ്റാൻലിയുടെ കയ്യിലിരിക്കുന്ന മദ്യമൊക്കെ പെട്ടെന്ന് ടേബിളിലേക്ക് വെക്കുന്നു. പെട്ടെന്നൊരു വിറയൽ പോലെ വന്ന് കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നിങ്ങനെ ബാലേന്ദ്രനെ നോക്കുവാണ്. എന്നിട്ട് ബാലേന്ദ്രൻ അന്നേരം പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ആ വിഡ്ഢി ഹിസ് ഹൈനസ് ബാലേന്ദ്രൻ അത് ഞാനാണ് എന്ന് പറയുന്നു. അത് പറയുമ്പോൾ സ്വരം ഇടറുന്നുണ്ട്, തൊണ്ടയിൽ ശബ്ദം കുടുങ്ങുന്നു, കണ്ണ് നിറയുന്നു. ഭയങ്കര വിഷമിച്ച് ബാലേന്ദ്രൻ സങ്കടം കടിച്ചു പിടിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഒരവസ്ഥ. ഏതായാലും അത്രയും പറഞ്ഞേക്കുന്ന ബാലേന്ദ്രനെ കാണുമ്പോഴത്തേക്കും ഭയങ്കര വിഷമമാണ് സ്റ്റാൻലിക്ക് പിന്നെ കുറച്ച് നേരത്തേക്ക് ബാലേന്ദ്രനെ ഫേസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഒന്നും മിണ്ടാതെ കൈകൊണ്ട് അപ്പുറത്തേക്ക് പോയെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ബാലേന്ദ്രൻ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുന്നു. പിന്നെ ഇതിനിടയ്ക്ക് ഗോവർദ്ധനെ കാണിക്കുന്നുണ്ട്. ഗോവർദ്ധൻ ആ വലിയ ബ്രഹ്മാണ്ടം വീടും പറമ്പുമല്ലേ, അതിൻ്റെ അകത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ്. അതിനിടയ്ക്ക് പാലയിൽ നിന്നും പലരും ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് ഓരോ കാര്യങ്ങൾക്ക് വിളിക്കുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ച് കോളൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഗോവർദ്ധൻ ഓർക്കുന്നുണ്ട്, ഇത്രയും വലിയൊരു വീട്ടിൽ എങ്ങനെയാണ് ഒറ്റയ്ക്ക് താമസിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ കാര്യസ്ഥൻ ഒരു ചായയായിട്ട് വരും. എന്നിട്ട് ചായ കൊടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് അകത്തേക്ക് പോയ ആളുടെ ആരാണ് എന്ന് ചോദിക്കും. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, എൻ്റെ പേര് ഗോവർദ്ധൻ എന്നാണ്, അദ്ദേഹത്തിൻ്റെ അളിയനാണ് ഞാൻ, ബാലേട്ടൻ്റെ പെങ്ങളെയാണ് ഞാൻ വിവാഹം കഴിച്ചേക്കുന്നത് എന്നൊക്കെ പറയുമ്പം എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയാവോ, പാലയിൽ നിന്ന് ഇത്ര ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് സാറിനെ കാണേണ്ട ആവശ്യം എന്തായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതെന്തിനാണ് എന്ന് എനിക്കറിയത്തില്ല, ബാലേട്ടൻ വിളിച്ചു, ഞാൻ കൂടെ പോന്നു, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പം ചോദിച്ചില്ലേ എന്ന് ചോദിക്കും. അന്നേരം ഗോവർദ്ധൻ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ ചെക്കഞ്ഞ് ചോദിക്കാറൊന്നുമില്ല. പിന്നെ ബാലേട്ടൻ ഇത്ര ദൂരം സഞ്ചരിച്ച് ഇവിടെ വന്ന് അദ്ദേഹത്തെ കാണണമെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും കാര്യം കാണും എന്ന് എനിക്കറിയാം, അത്രേ എനിക്ക് അറിയുള്ളൂ എന്ന് പറയും. എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങേരെ അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിയും നമ്മുടെ ബാലേന്ദ്രനെയും തന്നെയാണ്. രണ്ടുപേർക്കും പരസ്പരം സംസാരിക്കാൻ പറ്റുന്നില്ല. പിന്നെ കുറേ നേരത്തെ ഒരു സൈലൻസ് ആണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ഇങ്ങനെ കുറേ നേരം ചിന്തിച്ച് നിൽക്കുന്നു. ബാലേന്ദ്രനാണെങ്കിലും ആകെ പെട്ടെന്ന് അപ്സെറ്റായി, ആകെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ പരസ്പരം സംസാരിക്കാൻ അടുത്തൊരു സ്റ്റാർട്ടിങ് കിട്ടാൻ നിൽക്കുന്നവരെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.